ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കും ഭയങ്കര സന്തോഷം പിന്നെ കുറേ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നോർമലായിട്ട് ഉമ്മ എപ്പത്തെയും പോലെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ ഇന്ന് മമ്മീൻ്റെ കൂടെ പോവുകയാണ്. എവിടത്തേക്കാണെന്നല്ലേ, നമ്മൾ മമ്മീൻ്റെ കൂടെ കൊച്ചി പോവാണ്. നമുക്ക് ഈ 3 ദിവസം അടുപ്പിച്ച് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളും ഇല്ല. അതുകൊണ്ട് നമ്മൾ കരുതി എന്ത് ചെയ്യാം, മമ്മീൻ്റെ കൂടെ പോവാണ്. ആദ്യം മമ്മിയായിരുന്നു പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഓരോ ആളെ വന്ന് ഞാനും ഉമ്മയും മിന്നൂസും മമ്മിയും പോവാണ്. ബാപ്പ വരുന്നില്ല കേട്ടോ. ഉമ്മയാണെങ്കിൽ ഇതേ കുറച്ച് ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. ഇന്നും നാളെയും മറ്റന്നാളും അത്രയല്ലേ ഡേയ്സ് ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചാൽ അതിൻ്റെ ഞാൻ പോയി വെറുതെ ഇടങ്ങാറാക്കുന്നുണ്ട്. പിന്നെ മിന്നൂസിൻ്റെ ആണെങ്കിൽ നല്ല പോലെ ഹോംവർക്ക് ചെയ്യാനുണ്ട്, കുറേ വർക്ക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്സ് എടുത്ത് വെക്കാണ്. മിന്നു ആണെങ്കിൽ ഇവിടെ സ്ഥിരതാമസത്തിന് പോകുന്നതാണ്. സ്റ്റിക്കർ കളർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ബാഗൊക്കെ സെറ്റ് ചെയ്തു. പറഞ്ഞ് കുറേ ഇങ്ങെത്തിപ്പോയി. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ രാവിലെ പുട്ടും കടലയായിരുന്നു. പിന്നെ ഉമ്മ ഉച്ചയ്ക്കുള്ള ഫുഡിന് നിന്നിട്ട് നമ്മൾ ഉച്ചക്കത്തെ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ഉമ്മ നമുക്ക് ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറുമാണ് ഉണ്ടാക്കുന്നത്. ബാപ്പ വരാത്തതുകൊണ്ട് തന്നെ ബാപ്പാക്ക് ഇന്നത്തേക്കുള്ള ഫുഡ് കൂടെ ഇവിടെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ടൈം കൊണ്ട് തന്നെ ഉമ്മയും ബാപ്പയും കൂടെ ചായ കുടിക്കുകയാണ്. ഉമ്മ നേരത്തെ ചായ കുടിച്ചാണ് അവിടെ ഫുഡ് കഴിക്കാൻ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു തിരക്കായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കണം, പോകണം, ഉച്ചക്കാണ് ട്രെയിൻ. ഇപ്പോഴും നമ്മൾ ട്രെയിനിൽ കയറിയില്ല കേട്ടോ, നമ്മൾ വീട്ടിലിരുന്ന് വോയിസ് കൊടുക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഗൈസ് തീരുമാനിച്ചത് നമ്മൾക്ക് ഇങ്ങനെ പോവാം. ഇന്നലെ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഡ്രസ്സ് വരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എന്നാൽ പോവാം, ആ ഒരു മൈൻഡിൽ ഒറ്റ മൈൻഡിലാണ് നമ്മൾ എല്ലാം ചെയ്തത്. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് എറണാകുളത്ത് എത്താനായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ ഇതിക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.